സെക്കൻഡ് സെമസ്റ്റർ എം.കോം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ചില എക്സ്പെക്റ്റഡ് തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രോബ്ലംസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നു. ആ ക്ലാസ് കൂടെ വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. അതായത് മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി അപ്ലിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് ടു ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ് ഇൻ ഓർഗനൈസേഷൻ. ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കിനെ അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇറ്റ് കമ്പൈൻസ് ഡിസിപ്ലിൻസ് സച്ച് ആസ് ഓപ്പറേഷണൽ റിസർച്ച്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ് ടു ഒപ്റ്റിമൈസ് പെർഫോമൻസ് ആൻഡ് എഫിഷ്യൻസി. ഒരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിനെ കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ടും അതേപോലെ ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, മാത്തമാറ്റിക്സിലെ അതല്ലെങ്കിൽ സ്റ്റാറ്റിയിലെ അല്ലെങ്കിൽ ഓപ്പറേഷണൽ റിസർച്ചിലെ ടൂളുകൾ അപ്ലൈ ചെയ്യുന്നതിനെയാണ് ഇവിടെ നമ്മൾ മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് ടു ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ് ഇൻ ഓർഗനൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് LPP അല്ലെങ്കിൽ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത്. ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ടു അച്ചീവ് ബെസ്റ്റ് ഔട്ട്കം ഇൻ എ മാത്തമാറ്റിക്കൽ മോഡൽ വിത്ത് ലീനിയർ റിലേഷൻഷിപ്പ്. ഓക്കെ, അതായത് LPP നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ലീനിയർ പ്രോഗ്രാമിംഗ് അപ്ലൈ ചെയ്യുന്നത് ഒരു മാത്തമാറ്റിക്കൽ മോഡലിൽ ബെസ്റ്റ് ഔട്ട്കമ്മിനെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്, ഏറ്റവും നല്ല ബെസ്റ്റ് ഔട്ട്കം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇറ്റ് ഇൻവോൾവ്സ് മാക്സിമൈസിങ് ഓർ മിനിമൈസിങ് ലീനിയർ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അതായത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താണ്, മാക്സിമൈസേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ മിനിമൈസേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് എത്രത്തോളം മാക്സിമൈസ് ചെയ്യാൻ പറ്റും, അതാണ് മാക്സിമൈസിങ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ LPPയിൽ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ എന്ത് ചെയ്യണം, മാക്സിമൈസ് ചെയ്യാനോ അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാനോ എന്ത് ചെയ്യുന്നു, LPP നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മെത്തേഡ് ടു അച്ചീവ് ദി ബെസ്റ്റ് ഔട്ട്കം ഇൻ എ മാത്തമാറ്റിക്കൽ മോഡൽ വിത്ത് ലീനിയർ റിലേഷൻഷിപ്പ്. ഇതിനെയാണ് നമ്മൾ LPP എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡിസിഷൻ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് യു മീൻ ബൈ ഡിസിഷൻ ട്രീ? അതായത് ഡിസിഷൻ ട്രീ എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പോസിബിൾ സൊല്യൂഷൻസ് ടു എ ഡിസിഷൻ ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് കണ്ടീഷൻ. അതായത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാകും. ഓക്കെ, ഈ സൊല്യൂഷൻസിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഡിസിഷൻ ട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പോസിബിൾ സൊല്യൂഷൻ ടു എ ഡിസിഷൻ ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് കണ്ടീഷൻ. ഇതിനെ നമ്മൾ എന്ത് പറയും, ഡിസിഷൻ ട്രീ എന്ന് പറയും. ഇനി നെക്സ്റ്റ് വൺ ആണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ EOQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത്. EOQ അല്ലെങ്കിൽ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഓക്കെ, അതായത് EOQ അല്ലെങ്കിൽ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഒപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റി ദാറ്റ് മിനിമൈസ് ടോട്ടൽ ഇൻവെൻട്രി കോസ്റ്റ്. ഓക്കെ, അതായത് ടോട്ടൽ ഇൻവെൻട്രി കോസ്റ്റ് കുറച്ചുകൊണ്ടുള്ള ഏറ്റവും നല്ല ക്വാണ്ടിറ്റിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവിടെ EOQ എന്ന് പറയുന്നത്, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അതായത് നമ്മൾ ഏറ്റവും ചിലവ് കുറച്ചുള്ള എന്ത് കിട്ടണം, നമുക്ക് ഇൻവെൻട്രീസ് കിട്ടണം. ഓക്കെ, മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് കുറച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ല ക്വാണ്ടിറ്റി കിട്ടുന്നതാണെന്ത്, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ EOQ എന്ന് പറയുന്നത്. ദി ഒപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റി ദാറ്റ് മിനിമൈസസ് ടോട്ടൽ ഇൻവെൻട്രി കോസ്റ്റ്. ഇതിനെയാണ് നമ്മൾ EOQ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് മോണ്ടെ കാർലോ ടെക്നിക് ഓഫ് സിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. ഇറ്റ് യൂസസ് റാൻഡം സാമ്പിളിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിംഗ് ടു എസ്റ്റിമേറ്റ് mathematical functions. Okay, to estimate mathematical function and mimic the operation of complex system.
ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റം, ഓക്കെ, ഒരു കുറച്ച് എന്താണ് ബുദ്ധിമുട്ടുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ജനറലായിട്ടുള്ള പ്രവർത്തനത്തെക്കുറിച്ചും അതേപോലെ തന്നെ അതിൻ്റെ മാത്തമെറ്റിക്കൽ ഫങ്ഷനെ കുറിച്ചും നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്ന റാൻഡം സാമ്പിളിംഗ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിംഗ് ടെക്നിക്കാണ് മോണ്ടെ കാർലോ ടെക്നിക് ഓഫ് സിമുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്ണാണ് അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. അതായത് അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെയ്ഡ് ടു ബി അൺബാലൻസ്ഡ് if the sum of all available quantities in all origin is not equal to the sum of all requirements in all destination. ഓക്കെ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളുടെ ടോട്ടൽ എന്തല്ല, നമുക്ക് ആവശ്യമാകുന്ന സാധനത്തിന് തുല്യമല്ല എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് സപ്ലൈ, അതായത് നമുക്ക് ആവശ്യമുള്ള ഡിമാൻഡ് എന്ന് പറയുന്നത് കൂടുതലാണ്, സപ്ലൈ എന്താണ് കുറവാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഈക്വൽ അല്ലാത്ത കേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. എ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഈസ് സെയ്ഡ് ടു ബി അൺബാലൻസ്ഡ് if the sum of all the available quantities in all origins is not equal to the sum of all requirements in all destination. ഓക്കെ, ഇനി എന്താണ് ബൾക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, അതായത് ബൾക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ബിഹേവിയർ ഓഫ് ലീവിങ് എ ക്യൂ വെൻ ദി കസ്റ്റമർ ഡസ് നോട്ട് ലൈക്ക് ടു വെയിറ്റ് ഇൻ ദി ക്യൂ ഡ്യൂ ടു ലാക്ക് ഓഫ് ടൈം ഓർ സ്പേസ്. ഓക്കെ, അതായത് ഒരു കസ്റ്റമർക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല, ഓക്കെ, അല്ലെങ്കിൽ അവിടെ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ക്യൂവിൽ നിന്നും എന്ത് ചെയ്യാണ്, ലീവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൾക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ടോട്ടൽ ഫ്ലോട്ട് ഇൻ നെറ്റ്വർക്ക് അനാലിസിസ്. എന്താണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്, നെറ്റ്വർക്ക് അനാലിസിസ്? അതായത് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ദി ടൈം സ്പെൻഡ് ബൈ വിച്ച് സ്റ്റാർട്ടിംഗ് ഓഫ് എൻ ആക്ടിവിറ്റി ക്യാൻ ബി ഡിലേഡ് വിത്തൗട്ട് ഡിലേയിങ് ദി കംപ്ലീഷൻ ഓഫ് ദി പ്രോജക്റ്റ്. ഓക്കെ, അതായത് ഫ്ലോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആക്ടിവിറ്റിയുടെ സമയം ഡിലേ ആകുന്നുണ്ട്, പക്ഷെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എന്താകുന്നില്ല, ഡിലേ ആകുന്നില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ടോട്ടൽ ഫ്ലോട്ട് ഇൻ നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ആണ് ഡീജനറസി ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. അതായത് ഡീജനറസി എന്ന് പറയുന്നത് if the number of allocation is short of the required number then the solution is said to be degenerate. ഓക്കെ, അതായത് ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ ബേസിക് അലോക്കേഷൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് m+n-1 കുറവാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, ഡീജനറസി എന്ന് പറയും. ഓക്കെ, അതായത് നമുക്ക് ആവശ്യമായ നമ്പറേക്കാളും കുറവാണ് നമ്പർ ഓഫ് അലോക്കേഷൻ വരുന്നതെങ്കിൽ ഇത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ വരുന്നതാണ്. ആ ഒരു സൊല്യൂഷനെ നമ്മൾ പറയുക എന്താണ്, ആ ഒരു സൊല്യൂഷനെ നമ്മൾ പറയാം ഡീജനറേറ്റ് എന്നാണ് പറയുക. ഇനി വാട്ട് ആർ ദി മെത്തഡോളജി ഓഫ് മാനേജ്മെൻറ്റ് സയൻസ് എന്നുള്ളതാണ്. മാനേജ്മെൻറ്റ് സയൻസിൻ്റെ മെത്തഡോളജീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ വരുന്നത് ഡിഫൈനിങ് ദി പ്രോബ്ലം, രണ്ടാമത് ഡെവലപ്പിംഗ് മോഡൽസ്, ദെൻ അക്വയറിംഗ് ഇൻപുട്ട് ഡാറ്റ, ഡെവലപ്പിംഗ് എ സൊല്യൂഷൻ, ടെസ്റ്റിംഗ് ദി സൊല്യൂഷൻ, അനലൈസിങ് ദി റിസൾട്ട്, ഇംപ്ലിമെൻറ്റിംഗ് ദി റിസൾട്ട്. ഓക്കെ, അതായത് ഒരു പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫൈൻ ചെയ്യുന്നു, അതേപോലെ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ഡെവലപ്പ് ചെയ്യുന്നു, അതേപോലെ അക്വയറിങ് ഇൻപുട്ട് ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു, അക്വയർ ചെയ്യുന്നു, അതേപോലെ ഒരു സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യുന്നു, സൊല്യൂഷനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു, ടെസ്റ്റിംഗ് ദി സൊല്യൂഷൻ, ദെൻ റിസൾട്ടിനെ അനലൈസ് ചെയ്യുന്നു, ദെൻ ഇംപ്ലിമെൻറ്റിംഗ് ദി റിസൾട്ട്. ഇത്രയും മെത്തഡോളജീസാണ് മാനേജ്മെൻറ്റ് സയൻസിൽ വരുന്നത്. ഇനി ടൈപ്സ് ഓഫ് ക്യൂയിങ് മോഡലാണ്. ക്യൂയിങ് മോഡൽ ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിലൊന്ന് ഫിഫോയും മറ്റൊന്ന് ലിഫോയുമാണ് വരുന്നത്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലെങ്കിൽ FCFS എന്ന് പറയും, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. ഇനി ലിഫോ എന്ന് പറയുന്നതോ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. ഓക്കെ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ലെങ്കിൽ LCFS എന്ന് പറയും, ലാസ്റ്റ് കം ഫസ്റ്റ് സെർവ്. ഓക്കെ, അവസാനം വന്നത് ഫസ്റ്റ് എന്ത് ചെയ്യുന്നു വരുന്നു എന്നുള്ളതാണ് ലിഫോ വരുന്നത്. ഓക്കെ, ഇനി ഇതിൽ വരുന്ന വേറൊന്നാണ് സാഡിൽ പോയിന്റ് എന്ന് പറയുന്നത്. സാഡിൽ പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി വാല്യൂ ഓഫ് എൻ എലമെൻറ്റ് ഇൻ പേ ഓഫ് മെട്രിക്സ്. പേ ഓഫ് മെട്രിക്സിലുള്ള ഒരു എലമെൻറ്റിൻ്റെ വാല്യൂ ആണ് നമ്മൾ എന്ത് പറയുന്നത്, സാഡിൽ പോയിന്റ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് ദി മിനിമം ഓഫ് ഇറ്റ്സ് റോ, ഓക്കെ, ആസ് വെൽ ആസ് മാക്സിമം ഓഫ് ഇറ്റ്സ് കോളം. കോളത്തിൻ്റെ മാക്സിമമാണ്, അതേപോലെ തന്നെ റോൻ്റെ മിനിമവുമാണ് വരുന്നത്. ഈ ഒരു പോയിന്റിനെയാണ്, ആ ഒരു വാല്യൂ ആണ് നമ്മൾ എന്ത് പറയുക, സാഡിൽ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, വാല്യൂ ഓഫ് എൻ എലമെൻറ്റ് ഇൻ പേ ഓഫ് മെട്രിക്സ്
which is the minimum of its row as well as maximum of its column. ഓക്കെ, ഇനി മാർക്കോവ് ചെയിൻസ് ക്ലാസിഫൈ ചെയ്യാനാണ് വേറൊരു ക്വസ്റ്റ്യൻ വരുന്നത്. മാർക്കോവ് അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി മെത്തേഡ് ഓഫ് അനലൈസിങ് കറണ്ട് മൂവ്മെൻറ്റ് ഓഫ് ദി സെയിം വേരിയബിൾ. ഒരു സെയിം വേരിയബിളിൻ്റെ ഇപ്പോഴത്തെ മൂവ്മെൻറ്റ് എന്താണ്, കറണ്ട് മൂവ്മെൻറ്റ് എന്താണെന്ന് അനലൈസ് ചെയ്യുന്നതാണ് മാർക്കോവ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇൻ എൻ എഫേർട്ട് ടു പ്രെഡിക്റ്റ് ദി ഫ്യൂച്ചർ മൂവ്മെൻറ്റ് ഓഫ് ദി സെയിം വേരിയബിൾ. അതായത് ഫ്യൂച്ചറിൽ ഇതിൻ്റെ മൂവ്മെൻറ്റ് എന്തായിരിക്കും എന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി കറൻ്റ്ലി നമ്മളൊരു വേരിയബിളിൻ്റെ മൂവ്മെൻറ്റിനെ അനലൈസ് ചെയ്യുന്നതാണ് മാർക്കോവ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ടൈപ്സാണ് നമ്മളോട് ചോദിച്ചത്. ഇവിടെ ഡിസ്ക്രീറ്റ് ടൈം മാർക്കോവ് ചെയിൻ, അതേപോലെ കണ്ടിന്യൂസ് ടൈം മാർക്കോവ് ചെയിൻ, ഇങ്ങനെ 2 ടൈപ്സാണ് വരുന്നത്. ഇനി എന്താണ് ഡമ്മി ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡമ്മി ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ആക്ടിവിറ്റി വിച്ച് ഡസ് നോട്ട് കൺസ്യൂം എയ്തർ എനി റിസോഴ്സ് ഓർ ടൈം ഈസ് കോൾഡ് ഡമ്മി ആക്ടിവിറ്റി. അതായത് റിസോഴ്സോ അല്ലെങ്കിൽ ടൈമോ കൺസ്യൂം ചെയ്യാത്ത ആക്ടിവിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡമ്മി ആക്ടിവിറ്റി എന്ന് പറയും. ഇനി FSN അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ഇത് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക്കിൽ വരുന്ന ഒരു ടെക്നിക്കാണ് FSN അനാലിസിസ് എന്ന് പറയുന്നത്. അത് FSN എന്ന് പറയുന്നത്, F എന്ന് പറയുന്നത് എന്താണ്? ഫാസ്റ്റ് മൂവിങ് ആണ്. S എന്ന് പറയുന്നത് എന്താണ്? സ്ലോ മൂവിങ് ആണ്. N എന്ന് പറയുന്നത് എന്താണ്? നോൺ മൂവിങ് ആണ്. അതായത് FSN അനാലിസിസിൽ ഈ ഒരു ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഇത് മെയിൻലി ഉപയോഗിക്കുന്നത് ലോജിസ്റ്റിക്സിലാണ്. അതായത് ദി ഐറ്റംസ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ റേറ്റ് ഓഫ് കൺസംഷൻ. ഐറ്റംസിന് നമ്മൾ അതിൻ്റെ ഉപയോഗത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഉപയോഗത്തിൻ്റെ റേറ്റ് അനുസരിച്ച് കൊണ്ട് ക്ലാസിഫൈ ചെയ്യുകയാണ്. അതായത് നോർമലി നമ്മൾ ഫാസ്റ്റ് മൂവിങ്, അതേപോലെ സ്ലോ മൂവിങ്, അതേപോലെ നോൺ മൂവിങ്. അതായത് നല്ലോണം മൂവ് ആകുന്നത്, ഇനി ആവറേജ് മൂവ് ആകുന്നത്, അല്ലെങ്കിൽ കുറഞ്ഞ മൂവ് ആകുന്നത്, ഇനി തീരെ മൂവ് ആവാത്തത്. ഓക്കെ, ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതാണ് എന്ത്? FSN അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. അതായത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ദി ആക്ടിവിറ്റീസ് വിത്ത് 0 സ്ലാക്ക് ഓഫ് ഹെഡ് ഇവൻറ്റ്. ഓക്കെ, അതായത് ഹെഡ് ഇവൻറ്റും ഇല്ല, അതേപോലെ തന്നെ ടൈൽ ഇവൻറ്റും ഇല്ല, അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് പറയും? ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇതൊരു ലോങ്ങസ്റ്റ് ഡ്യൂറേഷൻ പാത്താണ്. ഓക്കെ, ലോങ്ങസ്റ്റ് ഡ്യൂറേഷൻ പാത്താണ് ഒരു ആക്ടിവിറ്റിയിലുള്ളത്. ഓക്കെ, അപ്പോൾ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ദി ആക്ടിവിറ്റീസ് വിത്ത് 0 സ്ലാക്ക് ഓഫ് ഹെഡ് ഇവൻറ്റ് ആൻഡ് 0 സ്ലാക്ക് ഓഫ് ടൈൽ ഇവൻറ്റ്. ഓക്കെ, ഇനി എന്താണ് പ്യുവർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്? അതായത് പ്യുവർ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി പ്രീ ഡിറ്റർമൈൻഡ് പ്ലാൻ ഓഫ് ആക്ഷൻ ബേസ്ഡ് ഓൺ വിച്ച് ഗെയിംസ് ആർ പ്ലേഡ് വിച്ച് ഡസ് നോട്ട് ചേഞ്ചിങ് ഡ്യൂറിങ് ദി ഗെയിം. ഓക്കെ, അതായത് ഒരു ഗെയിമിംഗ് ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റൂല? നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള എന്താണ് പ്ലാൻ ഓഫ് ആക്ഷനെയാണ് നമ്മൾ പ്യുവർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് നമ്മൾ മുമ്പേ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ആണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഗെയിമിംഗ് ടൈമിൽ ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതിനെയാണ് നമ്മൾ പ്യുവർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി പ്രീ ഡിറ്റർമൈൻഡ് പ്ലാൻ ഓഫ് ആക്ഷൻ ബേസ്ഡ് ഓൺ വിച്ച് ഗെയിംസ് ആർ പ്ലേഡ് വിച്ച് ഡസ് നോട്ട് ചേഞ്ച് ഡ്യൂറിങ് ദി ഗെയിം. ഓക്കെ, ദെൻ നെക്സ്റ്റ് കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ കെയറിങ് ഇൻവെൻട്രി. ഇൻവെൻട്രി കെയറിങ്ങിൽ വരുന്ന കോസ്റ്റ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അതിൽ വരുന്നതാണ് ക്യാപിറ്റൽ കോസ്റ്റ്, മറ്റൊന്ന് സ്റ്റോറേജ് സ്പേസ് കോസ്റ്റ്, മറ്റൊന്ന് ഇൻവെൻട്രി സർവീസ് കോസ്റ്റ്, ദെൻ കോസ്റ്റ് ഇൻവെൻട്രി റിസ്ക്. ഇത്രയുമാണ് ഇതിൽ വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഡിസിഷൻ ആണ്. ഡിസിഷൻ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, ഇത് ഓരോന്നും എന്താണെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ നോക്കുക. പ്രോഗ്രാംഡ് ഡിസിഷൻ വരും, നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻ വരും, ഓപ്പറേഷണൽ ഡിസിഷൻ വരും, ഓർഗനൈസേഷണൽ ഡിസിഷൻ വരും, പേഴ്സണൽ ഡിസിഷൻ വരും, റുട്ടീൻ ഡിസിഷൻ വരും, സ്ട്രാറ്റജിക് ഡിസിഷൻ വരും. ഇത്രയും ടൈപ്സുകളാണ് ഡിസിഷൻസിൽ വരുന്നത്. ഇനി സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആണ്. ഡിസിഷൻ മേക്കിങ്ങിനുള്ള സ്റ്റെപ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, അതായത് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്താണ്? ഒന്നാമത്തത് ഐഡൻറ്റിഫൈ ദി ഡിസിഷൻ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ദി പ്രോബ്ലം എന്നുള്ളതാണ് ഒന്നാമത്തെ വരുന്നത്. ഇനി രണ്ടാമത്തത് ഗ്യാദർ റിലവൻറ്റ് ഇൻഫർമേഷൻ. ഓക്കെ, റിലവൻറ്റ് ഇൻഫർമേഷൻസിനെ കണ്ടെത്തുക അതുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി ഐഡൻറ്റിഫൈ ദി അൾട്ടർനേറ്റീവ്സ്. ഓക്കെ, എന്നിട്ട് അൾട്ടർനേറ്റീവ്സിനെ, അതായത് നമ്മുടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള അൾട്ടർനേറ്റീവ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ദെൻ
വെയ് ദി എവിഡൻസ് ആണ്. ഓക്കെ, അതായത് അതിൻ്റെ എവിഡൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പരിശോധിക്കുന്നു. ദെൻ ചൂസ് എമംഗ് ആൾട്ടർനേറ്റീവ്, എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അതായത് ഇവിടെ വരുന്നത് ഇവാലുവേറ്റ് ദി ആൾട്ടർനേറ്റീവ് ആണ്. ഓരോ ആൾട്ടർനേറ്റീവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. ദെൻ ചൂസ് എമംഗ് ആൾട്ടർനേറ്റീവ്, അതിൽ നിന്ന് നല്ലൊരു ആൾട്ടർനേറ്റീവിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ടേക്ക് ആക്ഷൻ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആക്ഷൻ എടുക്കുന്നു. ദെൻ റിവ്യൂ യുവർ ഡിസിഷൻ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ തീരുമാനം എടുക്കുന്നു, അതിനുശേഷം നമ്മളുടെ ഡിസിഷൻ എന്ത് ചെയ്യുന്നു, റിവ്യൂ ചെയ്യുന്നു ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്. എന്നിട്ട് അതിനുശേഷം പരിണിത ഫലം എന്താണെന്നുള്ളതും നമ്മൾ പരിശോധിക്കുന്നു. ഓക്കെ, എന്താണ് PERT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, PERT എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കാണ്. അതായത് PERT എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടൂള് യൂസ്ഡ് ടു ഷെഡ്യൂൾ, ഓർഗനൈസ് ആൻഡ് കോർഡിനേറ്റ് ടാസ്ക് വിത്തിൻ എ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റിനുള്ളിലുള്ള എന്താണ് ടാസ്ക്, ഒരു പ്രോജക്റ്റിനുള്ള ടാസ്ക് കോർഡിനേറ്റ് ചെയ്യാനും അതേപോലെ ഓർഗനൈസ് ചെയ്യാനും അത് ഷെഡ്യൂൾ ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു മാനേജ്മെൻറ്റ് ടൂളാണെന്ത് PERT എന്ന് പറയുന്നത്, പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ആണ് CPM എന്ന് പറയുന്നത്, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. CPM, അതായത് CPM എന്ന് പറയുന്നത് എ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്ക് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദി സീക്വൻസ് ഓഫ് ക്രൂഷ്യൽ ടാസ്ക് ദാറ്റ് ഡിറ്റർമൈൻ ദി മിനിമം ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് എ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റിൻ്റെ മിനിമം ടോട്ടൽ ഡ്യൂറേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന ക്രൂഷ്യൽ ടാസ്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് CPM അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു CPM-ഉം PERT-ഉം തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. CPM PERT എന്തായാലും നിങ്ങൾ പഠിക്കണം, അതിന് ഡിഫറൻസ് അല്ല മീനിങ് എന്തായാലും ചോദിക്കും. CPM എന്ന് പറയുന്നത് എന്താണ്, ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ്. എന്നാൽ PERT എന്ന് പറയുന്നത് ഇവൻറ്റ് ഓറിയൻറ്റഡ് ആണ്. അതേപോലെ CPM എന്ന് പറയുന്നത് ഡിറ്റർമിനിസ്റ്റിക് മോഡലാണ്. ഇവിടെ എന്താണ് PERT എന്ന് പറയുന്നത് പ്രോബബിലിസ്റ്റിക് മോഡലാണ്, സാധ്യതയാണ്, പ്രോബബിലിസ്റ്റിക് മോഡലാണ്. ഇനി CPM എന്ന് പറയുന്നത് എന്താണ്, യൂസ്ഡ് ഫോർ നോൺ റിപ്പീറ്റേറ്റീവ് ജോബ്. ഒരു നോൺ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള, അതായത് റിപ്പീറ്റ് ചെയ്യാത്ത ജോബിനാണ് നമ്മൾ CPM അപ്ലൈ ചെയ്യുന്നത്. എന്നാൽ PERT യൂസ്ഡ് ഫോർ റിപ്പീറ്റേറ്റീവ് ജോബ്, ഒരു റിപ്പീറ്റേറ്റീവ് ജോബിനും വേണ്ടിയിട്ടാണ് നമ്മൾ PERT യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി CPM കൺസിഡേഴ്സ് ടൈം ആൻഡ് കോസ്റ്റ്. CPM-ൽ നമ്മൾ സമയവും അതേപോലെ അതിൻ്റെ ചെലവും കോസ്റ്റും ടൈമും എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു. എന്നാൽ PERT കൺസിഡേഴ്സ് ഓൺലി ടൈം. PERT-ൽ എന്ത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, ടൈം മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. ഇനി CPM-ൽ ഡമ്മി ആക്ടിവിറ്റീസ് നോട്ട് നെസസറി. എന്നാലോ PERT-ൽ ഡമ്മി ആക്ടിവിറ്റീസ് യൂസസ് എന്നുള്ളതാണ്. CPM-ൽ ഡമ്മി ആക്ടിവിറ്റീസ് എന്തില്ല, അതിന് ആവശ്യകതയില്ല. PERT-ൽ ഡമ്മി ആക്ടിവിറ്റീസ് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി CPM ഡസ് നോട്ട് ഡീൽ വിത്ത് ടൈം അൺസർട്ടനിറ്റി. ഓക്കെ, CPM എന്ത് ചെയ്യുന്നില്ല, ടൈം അൺസർട്ടനിറ്റി ഡീൽ ചെയ്യുന്നില്ല. എന്നാൽ ഇറ്റ് ഡീൽസ് വിത്ത് ടൈം അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ ടൈമിൻ്റെ എന്താണ് കുറവ് അല്ലെങ്കിൽ അനിശ്ചിതത്വം എന്നുള്ളതാണ്. അതിന് എന്ത് ചെയ്യുന്നു, നമ്മൾ PERT-ൽ നോക്കുന്നു, എന്നാൽ CPM-ൽ നോക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ പ്രോബ്ലം. നോർമലി CPM നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കൺസ്ട്രക്ഷൻ പ്രോബ്ലത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ PERT നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലാനിങ് പ്രോഗ്രാമാണ്. ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PERT ഉപയോഗിക്കുന്നത്. എന്നാൽ CPM-ൽ നമ്മളൊരു പ്രോബ്ലം കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി നെക്സ്റ്റ് CPM ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് കൺട്രോൾ ഡിവൈസ്. PERT എന്താണ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് കൺട്രോൾ ഡിവൈസ്. PERT എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കൺട്രോൾ ഡിവൈസ് ആണ്. CPM എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് കൺട്രോൾ ഡിവൈസ്. ഇനി ക്രിട്ടിക്കൽ പാത്ത് ഈസ് ബേസ്ഡ് ഓൺ ഫ്ലോട്ട്, അതായത് ഫ്ലോട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് CPM വരുന്നത്. എന്നാൽ PERT-ൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, ഇവിടെ സ്ലാക്ക് ആണ്, സ്ലാക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് PERT വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി എക്സ്പ്ലെയിൻ ദി മിനിമാക്സ് ആൻഡ് മാക്സിമിൻ പ്രിൻസിപ്പിൾ യൂസ്ഡ് ഇൻ തിയറി. അതായത് മിനിമാക്സ് തിയറി അതേപോലെ മാക്സിമിൻ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളതാണ്. മാക്സിമാക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഡിസിഷൻ റൂള് that find the course of action that maximize the maximum payoff. മാക്സിമം പേ ഓഫ് മാക്സിമൈസ് ചെയ്യുന്ന കോഴ്സ് ഓഫ് ആക്ഷൻ കണ്ടെത്തുന്നതാണ് എന്ത്, മാക്സിമാക്സ് റൂൾ എന്ന് പറയുന്നത്. ഇനി മിനിമാക്സ് എന്ന് പറയുന്ന ഡിസിഷൻ റൂള് ഫോർ മിനിമൈസിങ് മാക്സിമം പോസിബിൾ ലോസ്. ഓക്കെ, അതായത് ഇവിടെ മാക്സിമം പോസിബിൾ ലോസിനെ കുറച്ചു കൊണ്ടുവരുന്ന തീരുമാനത്തെയാണ് നമ്മൾ എന്താ പറയുക, മിനിമാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ട്രാൻസിഷൻ പ്രോബ്ലം ഇൻ മാർക്കോവ് അനാലിസിസ് എന്താണെന്നുള്ളതാണ്. അതായത് പ്രോബബിലിറ്റി ഓഫ് മൂവിങ് ഫ്രം
വൺ സ്റ്റേറ്റ് ടു അനദർ, ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിൽ മൂവ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി, ഓർ റിമെയിൻ ഇൻ ദി സെയിം സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ തന്നെ നിലനിൽക്കാനുള്ള പ്രോബബിലിറ്റി ഇൻ എ സിംഗിൾ ടൈം പീരീഡ്, ഒരു ചെറിയ സമയത്തിന് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ആ സ്റ്റേറ്റിൽ തന്നെ റിമെയിൻ ചെയ്യാനോ ഉള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവിടെ ട്രാൻസിഷൻ പ്രോബബിലിറ്റി ഓഫ് മാർക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് VD അനാലിസിസ്, ബെഡ് അനാലിസിസ് എന്ന് പറയുന്നത്? അത് ഇറ്റ് ഈസ് എൻ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക്. FSN പറഞ്ഞതുപോലെ ഇവിടെ എന്താണ് ബെഡ് എന്ന് പറയുന്നത്, VD എന്ന് പറയുന്നതും ഒരു ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ടെക്നിക്കാണ്. അതായത് ഇവിടെ V എന്ന് പറയുന്നത് വൈറ്റൽ ആണ്, E എന്ന് പറയുന്നത് എസെൻഷ്യൽ ആണ്, E എന്ന് പറയുന്നത് ഡിസൈറബിൾ ആണ്. ഈ ഒരു മാനേജ്മെൻറ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ക്ലാസിഫൈസ് ഇൻവെൻട്രീസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഫങ്ഷണൽ ഇമ്പോർട്ടൻസ്. ഇതിൻ്റെ ഫങ്ഷണൽ ഇമ്പോർട്ടൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇൻവെൻട്രിയെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് ഒരു സ്റ്റോക്കിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നെസസറിയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റോക്കിനെ 3 സ്റ്റോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, അതായത് ഏതൊക്കെയാണ് ഇവിടെ വരുന്നത്, വൈറ്റൽ ഏറ്റവും എന്താണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്, ഇനി രണ്ടാമത്തെ എസെൻഷ്യൽ ആണ്, മറ്റൊന്ന് വരുന്നത് ഡിസൈറബിൾ ആണ്. ഈ 3 രൂപത്തിൽ നമ്മൾ സ്റ്റോക്കിനെ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി വാട്ട് ആർ ദി എലമെൻറ്റ്സ് ഇൻ ഡിസിഷൻ തിയറി? ഡിസിഷൻ തിയറിയിലുള്ള എലമെൻറ്റ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കുന്നത്. അതിൽ മെയിൻലി 4 എന്താണ് എലമെൻറ്റ്സുകളാണ് വരുന്നത്. ഏതൊക്കെയാണ്? ആക്ട്, ഇവൻറ്റ്, ഔട്ട്കം ആൻഡ് പേ ഓഫ്. ഓക്കെ, ഇത്രയുമാണ് എലമെൻറ്റ്സ് വരുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് ഹെഡ് ഇവൻറ്റ് സ്ലാക്ക് എന്ന് പറയുന്നത്. അതായത് സ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഇവൻറ്റിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കാതെ എത്ര സമയം വരെ നമുക്ക് ഇവൻറ്റിനെ വൈകിപ്പിക്കാം എന്ന് കാണിക്കുന്നതാണ് സ്ലാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഹെഡ് ഇവൻറ്റ് സ്ലാക്ക് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ആക്ടിവിറ്റി ഇൻ എ നെറ്റ്വർക്ക് ഈസ് ദി സ്ലാക്ക് അറ്റ് ദി ഹെഡ് ഓർ ടെർമിനൽ പോയിന്റ്. അതായത് ഒരു ആക്ടിവിറ്റിയുടെ അവസാന പോയിന്റിലുള്ള എന്താണ് സ്ലാക്കിനെ സൂചിപ്പിക്കുന്നതാണ് ഹെഡ് ഇവൻറ്റ് സ്ലാക്ക് എന്ന് പറയുന്നത്. ഇനി എന്താണ് സിംപ്ലക്സ് മെത്തേഡ് ഓഫ് LPP? അതായത് സിംപ്ലക്സ് മെത്തേഡ് ഓഫ് LPP നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്, യൂസ്ഡ് ഫോർ കാൽക്കുലേറ്റിംഗ് ദി ഒപ്റ്റിമൽ സൊല്യൂഷൻ ടു ദി ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. അതായത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെത്തേഡാണെന്ത്, സിംപ്ലക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് എ പ്രൊസീജിയർ കാരിഡ് സിസ്റ്റമാറ്റിക്കലി ടു ഡിറ്റർമൈൻ ദി ഒപ്റ്റിമൽ സൊല്യൂഷൻ ഫ്രം സെറ്റ് ഓഫ് ഫീസിബിൾ സൊല്യൂഷൻ. അതായത് ഒരു സെറ്റ് ഓഫ് ഫീസിബിൾ സൊല്യൂഷൻസിൽ നിന്നും ഒപ്റ്റിമൽ സൊല്യൂഷൻസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണെന്ത്, സിംപ്ലക്സ് മെത്തേഡ് ഓഫ് LPP എന്ന് പറയുന്നു. ഇനി എന്താണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു കമ്പനീസ് ഐഡൻറ്റിഫൈ വിച്ച് ആൻഡ് ഹൗ മച്ച് സ്റ്റോക്ക് ടു ഓർഡർ അറ്റ് വാട്ട് ടൈം. അതായത് കമ്പനികൾ എത്ര എന്താണ് സ്റ്റോക്കിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്യണം, ഏത് സമയത്ത് ഓർഡർ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നതാണ് എന്ത്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ദി സ്ട്രാറ്റജിക് പ്രോസസ് ഓഫ് സോഴ്സിങ്, സ്റ്റോറിങ്, പാക്കിംഗ്, സെല്ലിംഗ് റോ മെറ്റീരിയൽസ് ഓർ ഫിനിഷ്ഡ് ഗുഡ്സ് ടു എൻഷുർ ദി റൈറ്റ് എമൗണ്ട് ഓഫ് സ്റ്റോക്ക് ഈസ് അവൈലബിൾ അറ്റ് ദി റൈറ്റ് ടൈം. ശരിയായ സമയത്ത് ശരിയായ സ്റ്റോക്ക് അവൈലബിൾ ആയിരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ ഒരു എന്താണ് സ്റ്റോക്കിനെ വാങ്ങിക്കുകയും അത് സ്റ്റോർ ചെയ്യുകയും അത് ട്രാക്ക് ചെയ്യുകയും സെയിൽ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ടെക്നിക്ക് ഓഫ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഇതിൽ വരുന്നതാണ് ABC അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ABC അനാലിസിസ്, ദെൻ ജസ്റ്റ് ഇൻ ടൈം മെത്തേഡ്, ദെൻ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്, ദെൻ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, മറ്റൊന്ന് മിനിമം സേഫ്റ്റി സ്റ്റോക്ക്, ദെൻ നെക്സ്റ്റ് VD അനാലിസിസ്, ദെൻ നെക്സ്റ്റ് FSN അനാലിസിസ്, പെർപച്വൽ ഇൻവെൻട്രി സിസ്റ്റം. ഇതൊക്കെയാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റിൽ ഉപയോഗിക്കുന്ന ടെക്നിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് വെൻ പ്രോബബിലിറ്റി ഓഫ് എനി ഔട്ട്കം കനോട്ട് ബി ക്വാണ്ടിഫൈഡ്. അപ്പോൾ ഇവിടെ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് എന്താണ്, അനിശ്ചിതത്വമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഒരു ഔട്ട്കമിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അപ്പോൾ അതാണ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ ആക്ച്വൽ കണ്ടീഷൻ പേ ഓഫ് വാല്യൂസിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പോളിസിയെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിസിഷൻസ് എടുക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി 2-person zero sum ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് എ 2-player ഗെയിം ഈസ് കോൾഡ് എ zero sum ഗെയിം
if the sum of the payoff to each player, അതായത് രണ്ട് പ്ലെയറിൻ്റെയും എന്താണ് പേ ഓഫിൻ്റെ സമ്മ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഈസ് കോൺസ്റ്റൻറ്റ് ഫോർ ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് ദി ഗെയിം. അതായത് എല്ലാ പോസിബിൾ ഔട്ട്കമ്മിനെയും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ രണ്ട് പ്ലെയേഴ്സിൻ്റെ പേ ഓഫ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, അതിൻ്റെ പേ ഓഫിൻ്റെ സം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിന് എന്ത് പറയും? 2% zero sum ഗെയിം എന്ന് പറയും. ഇനി ഇവൻ്റ് ഇൻ നെറ്റ്വർക്ക് അനാലിസിസ്. നെറ്റ്വർക്ക് അനാലിസിസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇവൻ്റ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. ഇവൻ്റ് റെപ്രസെൻറ്റ് സ്റ്റാർട്ട് ഓർ എൻഡ് ഓഫ് ആൻ ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റിയുടെ തുടക്കം അല്ലെങ്കിൽ അവസാനത്തെയാണ് നമ്മൾ എന്താ പറയുക? ഇവൻ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോമൺലി റെപ്രസെൻറ്റഡ് ബൈ സർക്കിൾസ് ഇൻ ദി നെറ്റ്വർക്ക് ഡയഗ്രാം. നമ്മൾ സർക്കിൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു നെറ്റ്വർക്ക് ഡയഗ്രത്തിൽ ഇവൻറ്റിനെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവൻ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ഓർ എൻഡ് ഓഫ് ആൻ ആക്ടിവിറ്റിയാണ്. ഒരു ആക്ടിവിറ്റിയുടെ തുടക്കം അല്ലെങ്കിൽ അവസാനത്തെയാണ് നമ്മൾ എന്താ പറയുക? ഇവൻ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ക്യൂ സിസ്റ്റം എന്ന് പറയുന്നത്? അതായത് ക്യൂ സിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റഡിഡ് യൂസിങ് ക്യൂയിങ് തിയറി. ക്യൂയിങ് തിയറി അപ്ലൈ ചെയ്തുകൊണ്ടുള്ള സിസ്റ്റമാണ് ഈ ക്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് മാത്തമാറ്റിക്കൽ മോഡൽസ് ടു അനലൈസ് ആൻഡ് ഒപ്റ്റിമൈസ് വെയിറ്റിംഗ് ലൈൻസ്. ഓക്കെ, അതായത് വെയിറ്റിംഗ് ലൈൻസിനെ ഒപ്റ്റിമൈസ് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ മോഡലിനെയാണ് നമ്മൾ ക്യൂയിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണ്. അതായത് ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ബെസ്റ്റ് പോസിബിൾ ചോയ്സ് എമംഗ് എ സെറ്റ് ഓഫ് ഫീസിബിൾ ആൾട്ടർനേറ്റീവ്. അത് ഫീസിബിൾ ആൾട്ടർനേറ്റീവ്സിൽ നിന്നും ഏറ്റവും നല്ല പോസിബിൾ ആയിട്ടുള്ള എന്താണ് ചോയ്സ് ഏതാണോ അതിനെയാണ് നമ്മൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ബെസ്റ്റ് പോസിബിൾ ചോയ്സ് എമംഗ് എ സെറ്റ് ഓഫ് ഫീസിബിൾ ആൾട്ടർനേറ്റീവ്സ് മെഷേർഡ് അഗെയിൻസ്റ്റ് എ സ്പെസിഫിക് ക്വാണ്ടിറ്റേറ്റീവ് ഒബ്ജക്റ്റീവ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇൻഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്? ഇൻഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് when a mathematical model has no single combination of decision variable that can satisfy all constraints simultaneously. അതായത് നമ്മുടെ മൊത്തം കൺസ്ട്രെയിൻസിനെ ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ കോമ്പിനേഷൻ ഡിസിഷൻ വേരിയബിൾ ഇല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, when a mathematical model has no single combination of decision variable that can satisfy all constraints simultaneously. ഓക്കെ, എല്ലാ കൺസ്ട്രെയിൻസിനെയും ഒരേ സമയത്ത് തന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഇൻഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയും. ഇനി എന്താണ് ഗെയിം തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗെയിം തിയറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഡിസിഷൻ തിയറി കൺസേൺഡ് വിത്ത് ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ. അതായത് ഇറ്റ് ഡീൽസ് വിത്ത് കോമ്പറ്റേറ്റീവ് സിറ്റുവേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടനിറ്റി. അതായത് അൺസെർട്ടനിറ്റി സിറ്റുവേഷനിൽ എന്താണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക. കോമ്പറ്റേറ്റീവ് സിറ്റുവേഷൻ വരുമ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് എന്ത്? ഗെയിം തിയറി എന്ന് പറയുന്നത്. അൺസെർട്ടനിറ്റി ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ തീരുമാനം എടുക്കുന്ന കോമ്പറ്റേറ്റീവ് സിറ്റുവേഷൻ ഡീല് ചെയ്യുന്ന എന്താണ് ഒരു തിയറിയാണ് ഗെയിം തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അസംഷൻസ് ഓഫ് ഗെയിം തിയറിയാണ്. അസംഷൻസ് ഓഫ് ഗെയിം തിയറി അതിലൊന്നാമത് പ്ലേയേഴ്സ് ആക്ട് റേഷണലി, then players act intelligently, each players know everything about the game, the player attempt to maximize gain and minimize losses, all relevant information is known to each other. Then next, the player make individual direction without direct communication, the player simultaneously select their course of action, then payoff is fixed and determined in advance. Okay, ഇതാണ് assumptions of game theory വരുന്നത്. ഇനി ജോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. അതായത് ജോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദി ബിഹേവിയർ ഓഫ് എ കസ്റ്റമർ. ഒരു കസ്റ്റമറുടെ ബിഹേവിയറെയാണ് നമ്മൾ എന്ത് പറയുക? ജോക്കിംഗ് എന്ന് പറയുക. ഹു സ്വിച്ചസ് ഫ്രം വൺ വെയിറ്റിംഗ് ലൈൻ ടു അനദർ. ഒരു വെയിറ്റിംഗ് ലൈനിൽ നിന്ന് വേറൊരു വെയിറ്റിംഗ് ലൈനിലേക്ക് എന്ത് ചെയ്യുന്നു? സ്വിച്ച് ചെയ്യുന്നു. ബിക്കോസ് ദേ പെർസീവ് ദാറ്റ് ദി അതർ ലൈൻ ഈസ് മൂവിങ് ഫാസ്റ്റർ ഓർ ഷോർട്ടർ. ഓക്കെ, അതായത് അവർ വിചാരിക്കുന്നത് മറ്റേ ലൈനാണ് ഏറ്റവും ചെറിയ ലൈന്, അല്ലെങ്കിൽ വേഗം മൂവ് ചെയ്യുന്ന ലൈൻ അതാണെന്ന് വിചാരിച്ചിട്ട് ഒരു ലൈനിൽ നിന്നും മറ്റൊരു ലൈനിലേക്ക് എന്ത് ചെയ്യാണ്? മാറുന്നതിനെയാണ് നമ്മൾ ജോക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ബിഹേവിയർ ഓഫ് കസ്റ്റമർ who switches from one waiting line to another because they perceive that the other line is moving faster or is shorter. Okay, ഇനി എന്താണ് ഡിറ്റർമിനിസ്റ്റിക് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഡിറ്റർമിനിസ്റ്റിക് മോഡൽ എന്ന് പറയുന്നത് ഇറ്റ് അസ്യൂംസ്
ദാറ്റ് ഓൾ പാരാമീറ്റേഴ്സ് ആൻഡ് ഔട്ട്കംസ് ആർ നോൺ വിത്ത് സെർട്ടനിറ്റി. എല്ലാ ഔട്ട്കംസിനെയും എല്ലാ പാരാമീറ്റേഴ്സിനെയും എന്താണ് കറക്റ്റ് നിശ്ചയമായും അറിയാവുന്നതാണെങ്കിൽ അതിന് നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് മോഡൽ എന്ന് പറയും. ഓക്കെ, ഇനി എന്താണ് നെറ്റ്വർക്ക് ഡയഗ്രം എന്ന് പറയുന്നത്? നെറ്റ്വർക്ക് ഡയഗ്രം മീൻസ് ഇറ്റ് ഈസ് എ ഡയഗ്രം which represents activities and event of a network and its relationship. ഒരു നെറ്റ്വർക്കിൻ്റെ ഇവൻറ്റും അതേപോലെ ആക്ടിവിറ്റീസും റെപ്രസെൻറ്റ് ചെയ്യുന്ന അതേപോലെ അതിൻ്റെ റിലേഷൻഷിപ്പും കാണിക്കുന്ന ഡയഗ്രത്തെയാണ് നെറ്റ്വർക്ക് ഡയഗ്രം എന്ന് പറയുന്നത്. ഇനി എക്സ്പ്ലെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് സയൻസ്. മാനേജ്മെൻറ്റ് സയൻസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ഫോക്കസ് ആണ് മാനേജ്മെൻറ്റ് സയൻസ് വരുന്നത്. ഇനി നെക്സ്റ്റ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണ്, പിന്നെ ഇൻ്റർ ഡിസിപ്ലിനറി ടീംസ്, ദെൻ നെക്സ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ഗോള്, സയൻറ്റിഫിക് മെത്തേഡാണ്, ടെക്നോളജി ഡ്രിവൺ ആണ്. ഇത്രയുമാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. ഓക്കെ, ഇനി എന്താണ് അസൈൻമെൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്? അസൈൻമെൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് പെർട്ടിക്കുലർ കേസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം where the objective is to assign a number of resources to an equal number of activities to minimize total cost or maximize total profit allocation. അതായത് ടോട്ടൽ കോസ്റ്റ് കുറക്കണം അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് അലോക്കേഷൻ ഉണ്ടാക്കണം. ഓക്കെ, ഇതിനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒബ്ജക്റ്റീവിനെ അസൈൻ ചെയ്യുകയാണ് ഓരോ റിസോഴ്സിനായിട്ട്. ഓക്കെ, ഈക്വൽ നമ്പർ ഓഫ് ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ റിസോഴ്സിന് എന്ത് ചെയ്യാണ്, അലോക്കേറ്റ് ചെയ്യാണ്. ഓക്കെ, അതായത് കോസ്റ്റ് കുറക്കണം, പ്രോഫിറ്റ് കൂട്ടണം. അതിനും വേണ്ടിയിട്ട് നമ്മുടെ റിസോഴ്സിനെ ഓരോ ആക്ടിവിറ്റിയിലേക്ക് ഈക്വൽ നമ്പർ ഓഫ് ആക്ടിവിറ്റീസിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നതിനെയാണ് അസൈൻമെൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മാനേജ്മെൻറ്റ് സയൻസിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട പോയിന്റുകൾ വരുന്നത്. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും ഒരു ഔട്ട്ലൈന് മാത്രമാണ് പറഞ്ഞത്. ജസ്റ്റ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.